ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് യൂട്യൂബിൽ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് സ്റ്റോക്സൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു 3-4 സ്റ്റോക്സുകൾ അടുത്ത വീക്കിലേക്കും ഇനിയുള്ള വീക്സിലേക്കും നോക്കാനായിട്ട് പറഞ്ഞു തരാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നിഫ്റ്റി ഒന്ന് അനലൈസ് ചെയ്യാം. നിഫ്റ്റി ഇന്നലെ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു, ബട്ട് ഈ ഏരിയ റിക്കവർ ചെയ്തിട്ടുണ്ട്. തിരിച്ച് ഇന്നൊരു ബൈയിങ് പ്രഷർ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി 24,847 മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞ സ്റ്റോക്സ് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. ക്യൂ പവർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കറക്റ്റ് ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ ഹൈ 435 വരെ പോയിട്ട് 426 ഇപ്പോൾ ട്രേഡ് ചെയ്യുകയാണ്. സ്റ്റിൽ 489 തന്നെയാണ് ടാർഗറ്റ്. പിന്നെ നമ്മൾ സ്പോട്ട് കിങ് ആണ്. സ്പോട്ട് കിങ് ഒരു ബെയറിഷ് ആണ്. ടെക്നിക്കലി ഞാൻ ഓവറോൾ ബുള്ളിഷ് ആണെങ്കിലും 2 ദിവസമായിട്ടൊന്ന് മാർക്കറ്റ് ഡൗൺ ആണ്. സോ ഹോൾഡ് ചെയ്യുക. ഇനോക്സ് വിൻഡും ഇതുവരെ ബ്രേക്ക് ഔട്ട് തന്നിട്ടില്ല, വെയിറ്റ് ചെയ്യാം. ബ്രേക്ക് ഔട്ട് തന്നാൽ നമുക്ക് എൻട്രി നോക്കുന്നത്. GACRE ഓക്കെ, ഇന്നലെ ഒരു സെല്ലിംഗ് പ്രഷർ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഏകദേശം അതെല്ലാം റിക്കവറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സ്റ്റിൽ പ്ലാൻ ഓഫ് ആക്ഷൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. 453 മുകളിലാണെങ്കിൽ നമ്മൾ നല്ലൊരു മൊമെൻറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. ITC ഹോട്ടൽസ് ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ, പക്ഷേ ബ്രേക്ക് ഔട്ട് തന്നു. ഓൾമോസ്റ്റ് ഇന്നത്തെ ഹൈ 222 വരെ പോയിട്ടുണ്ട്. ടാർഗറ്റ് സ്റ്റിൽ നമുക്ക് നോക്കാവുന്നതാണ്. അടുത്തത് വെൽസ്പൺ ലിവിങ് പിന്നെ ബ്രേക്ക് ഔട്ടിന് ശ്രമിക്കുന്നുണ്ട്. ഫ്രൈഡേ ആവാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് പറയാൻ പറ്റത്തില്ല, നമുക്കൊന്ന് കാത്തിരിക്കാം. കേദർ എനർജീസ് ഇന്നത്തെ ഹൈ ഓൾമോസ്റ്റ് 321 ആണ്. അപ്പോൾ എന്തായാലും 344 മുകളിൽ ഈ സ്റ്റോക്ക് പോകാൻ സാധ്യതയുണ്ട്. ബട്ട് IPO സ്റ്റോക്കല്ലേ, നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് കുറച്ച് നേരം കാത്തിരിക്കാം. ഈ സ്റ്റോക്കിൻ്റെ മൊമെൻറ്റം എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടേ അറിയാൻ പറ്റത്തുള്ളൂ, IPO സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ. നിവ ഭൂപ്പ ഹെൽത്ത് ഇൻഷുറൻസ് അപ്പോൾ ഇന്നത്തെ ഹൈ 91 ആണ്. സ്റ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടായിട്ടില്ല, വെയിറ്റ് ചെയ്യാം. അടുത്തതാണ് JBM ഓട്ടോ. ഇന്നലെ നമ്മൾ സംസാരിച്ച സ്റ്റോക്കാണ്. ഇന്ന് നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടായി. 764 വരെ പോയിട്ട് ഇപ്പോൾ 743 ട്രേഡ് ചെയ്യുകയാണ്. നല്ലൊരു ബ്രേക്ക് ഔട്ടാണ്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്താൽ അറിയാം. സാമാന്യം നല്ല വോളിയം ഉണ്ടെന്ന്. മേ ബി വരുന്ന ദിവസങ്ങളിൽ നല്ല മൊമെൻറ്റം കിട്ടി 823 പോകാൻ സാധ്യതയുണ്ട്. ഇന്റർആർക്ക് ബിൽഡിംഗ് സൊല്യൂഷൻസ് ഇന്നലെ നമ്മൾ സംസാരിച്ചിരുന്നു. 9,900 മുകളിൽ ക്ലോസിംഗ് തന്നു. ഇന്നത്തെ ഓൾമോസ്റ്റ് നമ്മൾ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. വാല്യൂ ഫോർജ് ഓൾമോസ്റ്റ് ഒരു ഇന്നത്തെ ഹൈ 647 ആണ്. നമ്മൾ 670 മുകളിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത 4 സ്റ്റോക്കാണ് അടുത്ത 5 സ്റ്റോക്കാണ് ഞാൻ ഇതിൽ ഇന്നലെ പറഞ്ഞ ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് സ്റ്റോക്ക് DB റിയാലിറ്റി ആണ്. ഇപ്പോൾ നിലവിൽ 190 ആണ്. നല്ലൊരു മൊമെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നെക്സ്റ്റ് വീക്കിൽ. ഈ സ്റ്റോക്കിൽ ഓൾമോസ്റ്റ് ഒരു 26% മുകളിൽ അല്ലെങ്കിൽ 251 മുകളിൽ ഇതിൻ്റെ ടാർഗറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിൽ 1 2 3 4 5 6 ഡേയ്സ് ആയിട്ട് കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഒരു റീസെൻറ്റ് ഹൈക്ക് താഴെയായിട്ട് കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ മുകളിൽ നമുക്കൊരു ബ്രേക്ക് ഔട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത സ്റ്റോക്കാണ് അനുപം രസായനത്തിൻ്റെ മന്ത്ലി ചാർട്ടോ ഞാൻ കാണിച്ചു തരാം. മന്ത്ലി ചാർട്ടിൽ നമുക്കറിയാം, ഇതൊരു നല്ല മന്ത്ലി ബ്രേക്ക് ഔട്ട് നടന്നു. വീക്ക്ലിയിലേക്കും ഡേയിലേക്കും പോയ പാറ്റേൺ നമുക്ക് വിസിബിളാണ്. അത്യാവശ്യം നല്ലൊരു ബേസ് ഉണ്ട്, മൊമെൻറ്റം ഉണ്ട്. ഒരു 1 വീക്കായിട്ട് കൺസോളിഡേറ്റ് ചെയ്യാണ്. 973 മുകളിൽ ഞാനൊരു ബ്രേക്ക് ഔട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. 1014 ആണ് എൻ്റെ ടാർഗറ്റ്. അനുപം രസായൻ. അടുത്തത് KEI ഇൻഡസ്ട്രീസ്. ഈ സ്റ്റോക്കിൻ്റെ ഒരു മൊമെൻറ്റം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ ഒന്നിനെ വരച്ച് കാണിച്ചു തരാം. സ്റ്റോക്ക് ഹൈ ഉണ്ടാക്കിയത് 5,060 ഇതിൻ്റെ ഹൈ ഉണ്ടാക്കിയത്. എന്നിട്ട് മോസ്റ്റ്ലി 5,060 ഓൾമോസ്റ്റ് ഒരു 2,432 2,300 ലെവലിലേക്ക് 50% ഈ സ്റ്റോക്ക് ഇടിഞ്ഞു, കറക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു.
ശേഷം എന്ത് സംഭവിച്ചു, ലാസ്റ്റ് മന്ത് ഒരു സപ്പോർട്ട് എടുത്തു, 2481 ലെവൽ സപ്പോർട്ട് എടുത്തു, നല്ലൊരു ഡോജി ക്യാൻഡിൽ തന്നു, മാർക്കറ്റ് അപ്പായി. ശേഷം ഈ ഡോജി ക്യാൻഡിലിൻ്റെ ഹൈ ക്ലോസ് ചെയ്തിട്ടുണ്ട്, ക്ലോസ് ചെയ്ത് മാർക്കറ്റ് അപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 7 days കൂടെ ഉണ്ട് ഈ മന്ത് ക്ലോസിങ്ങിന്, നമുക്ക് നോക്കാം. ആൻഡ് ഈ സ്റ്റോക്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്, അതാണ് ഈ ഗ്യാപ്പ്. ഇത്രയും ഗ്യാപ്പ് ഡൗണിലാണ് ഈ സ്റ്റോക്ക് അന്നത്തെ ഒരു വലിയ ഫോൾ ഉണ്ടായത്. അന്നത്തെ ആ ഒരു ഡേ ഓൾമോസ്റ്റ് 21% ഈ സ്റ്റോക്ക് ഇടിഞ്ഞിട്ടുണ്ട്. 21% ഈ സ്റ്റോക്ക് അന്ന് ഇടിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇതൊരു ബേസാണ്, ബേസ് കഴിഞ്ഞ് സ്റ്റോക്ക് കുറച്ച് കൺസോളിഡേറ്റ് ചെയ്യാണ്. എബോവ് 3522 നമുക്കിതിലോട്ടൊരു ഞാൻ മൊമെൻറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിവിടെ വലിയ റെസിസ്റ്റൻസ് ഉണ്ടാവില്ലെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. ഞാൻ അതിൻ്റെ ഒരു തിയറി വശം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഈ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവില്ല എന്ന് ഞാൻ പറയാൻ കാരണം അതിൻ്റെ ഒരു തിയറി വശമുണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അബോവ് 3500 3793 ഒരു മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഈ സ്റ്റോക്കിൻ്റെ അടുത്ത വീക്കിൽ ഞാനിത് എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഞാൻ കീപ്പ് ചെയ്യുന്ന സ്റ്റോക്കാണ്. അടുത്തതാണ് VMM, വിശാൽ മെഗാമാർട്ട്. വിശാൽ മെഗാമാർട്ടിൽ ഞാൻ മൊമെൻറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. 132 മുകളിൽ ഞാൻ അടുത്ത വീക്ക് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സ്ട്രക്ചർ വൈസ് നൈസാണ്, IPO സ്റ്റോക്കാണ്. ഒരു ബ്രേക്കൗട്ട് തന്ന നല്ലൊരു മൊമെൻറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ട്, ഗ്യാപ്പ് അപ്പിന് മുകളിൽ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് നല്ല രീതിയിൽ ഒരു ബൈയിങ് പ്രഷർ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ 123 മുകളിൽ ഇതൊരു ബൈയിങ് പ്രഷർ ഞാൻ പ്രതീക്ഷിക്കുക, ഹോൾഡ് ചെയ്യാം, നമുക്ക് നോക്കാം. അടുത്താണ് RK ഡെവലപ്പേഴ്സ്. RK ഡെവലപ്പേഴ്സ് ഞാൻ 190 വരെയൊക്കെ ടാർഗറ്റ് പ്രതീക്ഷിച്ച് ഹോൾഡ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കാണ്. ഇതുവരെ ഞാൻ എൻട്രി എടുത്തിട്ടില്ല. അപ്പോൾ ഞാനൊരു 178 മുകളിൽ ഞാനൊരു എൻട്രി ചിലപ്പോൾ നോക്കുന്നതായിരിക്കും. RK ഡെവലപ്പേഴ്സ്. അപ്പം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഓരോ സ്റ്റോക്കുകളെ കുറിച്ച് ഫണ്ടമെൻ്റലി നമുക്ക് പഠിക്കാം, ഓരോ കമ്പനികളുടെ ബിസിനസ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ അതിലെ കൂട്ടത്തിൽ ഞാൻ RKയുടെ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും സ്റ്റോക്കുകളാണ് ഇപ്പോൾ ഈ വീക്ക് എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ളത്. ബാക്കി വരും, ശനി ഞായറും ഒക്കെ ഉണ്ട്. അപ്പോൾ ബാക്കി പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകളെ കുറിച്ച് നമുക്ക് വിലയിരുത്തിയിട്ട് നമുക്ക് മുൻപോട്ട് വരാം. പക്ഷേ എൻ്റെ പ്രധാന വാച്ച് ലിസ്റ്റിൽ ഞാൻ പ്രയോറിറ്റി നൽകുന്ന സ്റ്റോക്ക് KEI ഇൻഡസ്ട്രീസ് തന്നെയായിരിക്കും കേട്ടോ. KEIയും RKയും DB റിയാലിറ്റി, ഈ 3 സ്റ്റോക്കും ഞാൻ എൻ്റെ ഒരു പ്രയോറിറ്റി സ്റ്റോക്കുകളായിട്ട് വെച്ച് വാച്ച് ചെയ്യുന്നതായിരിക്കും 198 മുകളിലൊക്കെ. പിന്നെ GIC അറിയാം, ഓൾമോസ്റ്റ് എല്ലാ സെറ്റപ്പും ഏകദേശം മെച്ചുവറാണ്, നല്ല മൂവ്മെൻറ്റ് തന്നെ സാധ്യതയുള്ള സെറ്റപ്പ് തന്നെയാണ്. സോ ഈക്വൽ പ്രാധാന്യം കൊടുക്കാൻ ശ്രമിക്കാം. എന്നാലും ഈ പറഞ്ഞ സ്റ്റോക്കുകൾ, ലാസ്റ്റ് പറഞ്ഞ സ്റ്റോക്കുകളിൽ കുറച്ചും കൂടെ ഒരു പ്രോബബിലിറ്റി ഞാൻ കാണുന്നതുകൊണ്ട് മേ ബി ഞാൻ അതിൽ കുറച്ച് പ്രയോറിറ്റൈസ് ചെയ്ത് നിൽക്കും. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അടുത്ത കമ്പനികളെക്കുറിച്ചുള്ള ബിസിനസ്സുകളെ കുറിച്ചൊക്കെ സംസാരിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോ വഴി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, താങ്ക് യു.